ഈ ഒരു 35 വർഷത്തിൽ ഏറ്റവും റിഗ്രറ്റ് തോന്നിയിട്ടുള്ള ഒരു പോയിന്റ് എവിടെയായിരുന്നു? ജോണി വാക്കറിൻ്റെ ക്ലൈമാക്സ് ഇതല്ലായിരുന്നു. ഇനിയും ഒരുപക്ഷെ എനിക്ക് ജോണി വാക്കർ റിലീസ് ചെയ്യുകയാണെങ്കിൽ ജോണി വാക്കർ ഒറിജിനൽ എന്നുള്ള പേരിൽ ഇറക്കണമെന്നുണ്ട്. ക്ലൈമാക്സ് മാറ്റുമോ? മാറ്റും. മാറ്റും. എന്നാലേ ഇറക്കാൻ സമ്മതിക്കുള്ളൂ. എപ്പോഴും മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ഒരു വില്ലൻ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഖമാണ് എപ്പോഴും ഓർമ്മ വരുന്നത്. ഞങ്ങളവിടെ പബ്ബിൽ അവിടെ അന്നും 365 പബ്ബുണ്ട് അന്ന് ബാംഗ്ലൂരിൽ. ഓരോ ദിവസം ഓരോ പബ്ബിൽ പോയാലും തിരിയില്ല. അതുപോലെയാണ് നിങ്ങളെ മുടി ഇങ്ങനെ നാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ചുറ്റും നോക്കിയിട്ട് പുള്ളി ഇങ്ങനെ മുടി ബാക്ക് ഇട്ടാൽ അത് അബ്സല്യൂട്ട്ലി അന്ന് മൊബൈലുണ്ട്, അന്നേരം ഫോട്ടോ എടുത്തു. തമിഴ് പയ്യനാണ് പൊട്ടപ്പായി മാറിയത്. മമ്മൂക്കയാണ് ചൂണ്ടിക്കാണിച്ചത്. അവൻ പറ്റിയില്ലെന്ന് ചോദിച്ചാൽ അവൻ കറക്റ്റാണ്. അവനെ വിളിച്ചു, ഇവിടെ നീ അഭിനയിക്കുന്നു ചോദിച്ചാൽ അവൻ റെഡി സാർ. അവിടെ അകത്തൊരു കട്ടിലിൽ ഒരാളിങ്ങനെ കുറേ അധികം കാലം അനങ്ങാതെ കിടന്നിരുന്നു. അനുഭവിച്ചറിഞ്ഞാണ്. ഞാനവിടെ എന്നെ കൊണ്ടുപോകുന്ന രഞ്ജിത്തും ഗിരീഷ് പുത്തഞ്ചേരിയും കൂടെയാണ്. അങ്ങനെ വയ്യാതെ കിടന്ന ഒരാൾ എത്രമാത്രം മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രസരിപ്പുണ്ടാക്കി എന്നുള്ളതാണ് എൻ്റെ മനസ്സിലൊരു അത്ഭുതമായിട്ട് തോന്നി. ഇന്ന് ലോകം എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഫാഷൻ, യങ്സ്റ്റേഴ്സ് എന്ത് ചിന്തിക്കുന്നു, അവരുടെ മ്യൂസിക് എന്ത്, അവരുടെ കോസ്റ്റ്യൂം എന്ത്, ഇതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഫോളോ ചെയ്യാറുണ്ട്. പരാജയം വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ പരാജയത്തിൽ നിന്ന് വരുന്ന അടുത്ത സിനിമയായിരിക്കും എൻ്റെ ഏറ്റവും നല്ല സിനിമയോ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമ. സംഗീതത്തിലൂടെ, ചിരിയിലൂടെ എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് സ്നേഹം, ആശ്വാസം പകരാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് മെഹഫിൽ എന്നുള്ള സിനിമയും. എൻ്റെ ഓർമ്മയിലെ എനിക്കിഷ്ടമുള്ള ഏറ്റവും നല്ല ആക്ടർ അല്ലാത്ത ആക്ടർ ബാവച്ചൻ്റെ ജീവിതം ബാവച്ചൻ പോലും അറിയാതെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാം. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. ഹലോ, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. ഞാൻ മെഹർ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ള ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, സത്യം പറഞ്ഞ ചെറുപ്പത്തിൽ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുമ്പോൾ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ പറ്റുമെന്ന്. ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു ജയരാജ് സർ. നമസ്കാരം. നമസ്കാരം സർ. ഇപ്പം നമ്മുടെ മുല്ലശ്ശേരി തറവാട്ടിലൊരു മെഹഫിൽ രാവിനെ ആസ്പദമാക്കിയിട്ടാണ് മെഹഫിൽ എന്ന് പറഞ്ഞ സിനിമ എന്ന് കേട്ടു. അപ്പം ഈ ഒരു സിനിമ ഇതൊരു സിനിമ ആക്കണം എന്ന് ഉള്ളത് ഒരു പിന്നീട് കാരണം ഉണ്ടാവും. അതെന്തായിരുന്നു കാരണം? മുല്ലശ്ശേരി നമ്മൾ ഒരിക്കൽ പോയിട്ടുണ്ടെങ്കിൽ മുല്ലശ്ശേരി വീട്ടിൽ ചാലപ്പുറം, കോഴിക്കോട് ചാലപ്പുറത്ത് അറിയാമല്ലോ, കോഴിക്കോട് ചാലപ്പുറത്ത് ആ മുല്ലശ്ശേരി വീട്ടിൽ ഒരിക്കൽ പോയാൽ അതൊരു അഡിക്ഷനാണ്. നമ്മളവിടെ പോകും. കാരണം നമ്മളെ എങ്ങനെയാണ് ചിരി കൊണ്ട് അല്ലെ സന്തോഷം കൊണ്ട് നമ്മളെ വരവേൽക്കുന്നത്. നമ്മളുടെ പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ ഫീലിലേക്ക് പോകും. അത് എല്ലാ തരത്തിലുണ്ട്. അവിടുത്തെ ചുറ്റുമുള്ള ഗാർഡൻ, അകത്തോട്ട് ചെല്ലുമ്പോൾ ഒരു കൊച്ചു വീടാണ്, പക്ഷെ അതിനകത്തോട്ട് ചെല്ലുന്ന അവിടെ വച്ചിരിക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങൾ, ഗണപതി വിഗ്രഹങ്ങളും അല്ലാത്ത ആൻറ്റിക്സും, ആ വീടിൻ്റെ അകത്തെ തണുപ്പും ഇരുട്ടും, അവിടെ വച്ചിരിക്കുന്ന ഫോട്ടോസും. കാരണം ഗാനഗന്ധർവൻ തൊട്ട് അവിടെ വന്നു പോയ എല്ലാ സുഹൃത്തുക്കളുടെയും ഫോട്ടോ ഉണ്ട്. അവിടെ അകത്തൊരു കട്ടിലിൽ ഒരാളിങ്ങനെ കുറേ അധികം കാലം അനങ്ങാതെ കിടന്നിരുന്നു. 90% ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരാൾ അവിടെ കിടന്നിരുന്നു. പക്ഷേ അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. അവിടെ കിടന്ന, അങ്ങനെ വയ്യാതെ കിടന്ന ഒരാൾ എത്രമാത്രം മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രസരിപ്പുണ്ടാക്കി എന്നുള്ളതാണ് എൻ്റെ മനസ്സിലൊരു അത്ഭുതമായിട്ട് തോന്നി. ഒരാൾക്കെങ്ങനെ പറ്റും? അത് വളരെ വലിയ അത്ഭുതമായിരുന്നു. കാരണം ഇത് പറയണം എപ്പോഴെങ്കിലും. രാജുവേട്ടൻ്റെ കഥ, അതിൻ്റെ ഒരു ഫിക്ഷണൽ ഫോമാറ്റ് ദേവാസുരത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് രാജുവേട്ടൻ്റെ ജീവിതത്തിൻ്റെ കുറച്ചുള്ളൂ അത്. പക്ഷേ അതൊന്നുമല്ല. എന്നും മെഹഫിൽ രാവുകളുള്ള ഒരു വീട്, അവിടെ വരുന്നവർക്കൊക്കെ സന്തോഷം പകർന്നു കൊടുക്കുന്ന, ഒരു സുഖമില്ലാതെ കിടക്കുന്ന, ഏതാണ്ട് തളർന്ന് കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ മുഖത്തെ ചിരിയും, അതിൻ്റെ കൂടെ ബേച്ചു വെച്ചിയുടെയും മക്കളുടെയും ഒക്കെ ആ ചിരിയോട് ചേർന്ന് വരുന്ന ഒരു വല്ലാത്തൊരു അന്തരീക്ഷമുണ്ട്. ഞാൻ അനുഭവിച്ചറിഞ്ഞാണ്. ഞാനവിടെ എന്നെ കൊണ്ടുപോകുന്ന രഞ്ജിത്തും ഗിരീഷ് പുത്തഞ്ചേരിയും കൂടെയാണ്. ഞാൻ മുല്ലശ്ശേരി ചെല്ലുന്നത് ഒരു സന്ധ്യയ്ക്കാണ്. അപ്പോൾ ഓർത്ത് നോക്കി, ഒരു സന്ധ്യാസമയം എവിടെയോ തബലയൊക്കെ ട്യൂൺ ചെയ്യുന്ന ശബ്ദം, ഹാർമോണിയത്തിൻ്റെ ശബ്ദം ഒരു വീട്ടിലോട്ടില്ല. അപ്പോൾ എന്താണെന്നൊന്നും രഞ്ജിനോട് പറഞ്ഞിട്ടില്ല. ചെല്ലുമ്പോഴേക്കും അവിടെ പൂതേരി രഘുവേട്ടനുണ്ട്, തബല വായിക്കുന്ന രഘുവേട്ടൻ. അങ്ങനെ കുറേ അധികം ഗസൽ പാടുന്ന ആൾക്കാരും സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവരും ആസ്വദിക്കുന്നവരുമായിട്ട് കുറേ അധികം പേര് എല്ലാവരും പരിചയപ്പെടുത്തി ചെല്ലുമ്പോഴേക്കും ഒരാളിങ്ങനെ കിടക്കുന്നു, രാജുവേട്ടൻ. അടുത്ത് നമ്മുടെ ഈ പോസ്റ്ററിൽ കാണുന്ന പോലെ ബേബിച്ചേച്ചിയുണ്ട്, മകള് നാരായണിയുണ്ട്. വാട ചക്ക എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുകയാണ്. എനിക്ക് എത്രയോ കാലം പരിചയമുള്ള പോലെ വിളിക്കുകയാണ്. അന്ന് ആ കിടന്ന കിടപ്പിൽ അടുത്തേക്ക് വിളിച്ചിങ്ങനെ
ചേർത്ത് നീ നന്നായി വരൂടാന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു അവിടുത്തെ കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാകും. കൂടെ ഇരുത്തുന്നു. പിന്നെ അവിടെ സന്ധ്യയ്ക്ക് ഡോക്ടർ ഷക്കീൽ പാടുകയാണ്. ഷക്കീൽ ഗസൽ പാടാൻ വരുന്നുണ്ട്. അപ്പോൾ ഷക്കീൽ പാടുന്നു. അപ്പം എന്നെ വിസ്മയിപ്പിക്കുകയാണ് ഈ അന്തരീക്ഷം. ആരെയും വിസ്മയിപ്പിക്കും. കാരണം ഇങ്ങനെ ചിരിയല്ലാതെ വേറെ ഒന്നുമില്ല. തമാശകളും ചിരിയും പാട്ടും അല്ലാതെ വേറെ ഒന്നുമില്ല. അവിടെ മുഴുവൻ ഗാനഗന്ധർവൻ്റെ പടമുണ്ട്. ഇവർ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, ദാസേട്ടനും രാജുവേട്ടനും. എപ്പോഴും വിളിക്കുകയും വരികയും ചെയ്യുന്നൊരു സൗഹൃദമുണ്ട്. അപ്പോൾ സൗഹൃദത്തിലൂടെ, സംഗീതത്തിലൂടെ, ചിരിയിലൂടെ എങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് സ്നേഹം, ആശ്വാസം പകരാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് മെഹഫിൽ എന്നുള്ള സിനിമയും. ഞാൻ കണ്ട ആ ഒരു സന്ധ്യ, ആ മെഹഫിൽ രാവാണ് ഈ സിനിമ. ഓക്കെ സാർ, അപ്പം നമ്മുടെ ഒരു ഇൻ്റർവ്യൂവിൽ അനൂപേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനൂപേട്ടൻ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രണയം രാജുവേട്ടൻ്റെ ആണ്. സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഭയങ്കര രസമാണത്. അതിനൊരുപാട് രസകരമായ ഭാവങ്ങളുണ്ട്. കാരണം ആദ്യം രഞ്ജി ദേവാസുരത്തിൽ പറഞ്ഞ പോലെ ആദ്യം ബേച്ച് വെച്ച് വഴി കൂടെ നടന്നു പോകുമ്പോൾ അവിടെ പാട്ട് കേൾക്കാം. ഇവർ ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സാണ്. അപ്പോൾ അവിടെ പാട്ട് കേൾക്കാം. അവിടെ എല്ലാ കലാകാരന്മാരും ഒത്തുകൂടുന്ന സ്ഥലമാണ്. അവിടെ നോക്കാതെ നടന്നു പോകുന്നു. എന്നാൽ രാജുവേട്ടൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. ഒരു കൺസേൺ ഉണ്ടെന്നറിയാം. പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഈ രാജുവേട്ടൻ്റെ വീട്ടിൽ ഇവരൊന്ന് താമസിക്കേണ്ടി വരുന്നു. അപ്പോൾ രാജുവേട്ടനുള്ളൊരു പ്രൊട്ടക്ടറെ കാണുന്നു. ഭയങ്കരമായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നൊരു രാജുവേട്ടനെ കാണുന്നു. അങ്ങനെയൊക്കെ ആ ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട്. അപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞുണ്ടായി, ആ മകളെ കൈകൊണ്ടൊന്ന് എടുക്കാൻ പറ്റുമ്പോഴേക്കും വീണുപോയി. പക്ഷേ രാജുവേട്ടൻ പറഞ്ഞ പോലെ ആരെയും നമ്മുടെ ദുഃഖവും നമ്മുടെ വേദനയും അറിയിക്കരുത് എന്ന് അങ്ങനെ അറിയിച്ച ആരും വരില്ല നമ്മുടെ വീട്ടിലോട്ട് എന്ന് പറഞ്ഞ കാര്യം ചേച്ചി മനസ്സിൽ സൂക്ഷിക്കുകയും ചേച്ചി അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. ആ വാതിൽ തുറക്കുന്നത് നാരായണി മോളാണെങ്കിൽ അവളുടെ മുഖത്ത് ചിരി, അകത്ത് ചേച്ചി, രാജുവേട്ടൻ, എല്ലാം ചിരി മാത്രം. നമ്മളും ചിരിച്ചു പോകും. കാരണം നമുക്ക് ഒരുപാട് വിഷമം, ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ നമ്മളും അറിയാതെ അതിനോട് ചേരും. ഈ രാജുവേട്ടൻ എന്നുള്ള ക്യാരക്ടർ എങ്ങനെയാണ് മുകേഷ് ഏട്ടനിലേക്ക് എത്തിയത്? ഇപ്പം രാജുവേട്ടൻ വയ്യാതെ കിടക്കുന്നു. അതാണ് നമ്മളെ മനസ്സിലുള്ള ഒരു, പക്ഷെ ആ മുഖവും രൂപവുമായിട്ടൊരു സാദൃശ്യം വേണം. അതെനിക്ക് ഞാൻ നോക്കിയപ്പോൾ മലയാള സിനിമയിൽ മുകേഷിനാണ് ചെയ്യാൻ പറ്റും. മുകേഷ് ഒരുപക്ഷെ മുകേഷിൻ്റെ ജീവിതത്തിൽ മുകേഷിന് ഇനിയും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റോളുകളുണ്ട്. അത്രയും കാലിബറുള്ള ഒരു ആക്ടറാണ്. എനിക്ക് വളരെ നേരത്തെ അറിയാം മുകേഷിന്. അദ്ദേഹത്തിന് അർഹിക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ ഇനിയും വരാനിരിക്കുന്നു ഉള്ളതെന്ന് വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ കാഥികൻ എന്നൊരു സിനിമയിൽ അദ്ദേഹം കഥാപ്രാസംഗികനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് കഥാപാത്രം ചെയ്യാൻ കഴിയും. പക്ഷേ ഇതിൽ ഒരുപാട് സാദൃശ്യമുണ്ട്. ഞാൻ നമ്മുടെ ട്രെയിലർ കാണുമ്പോഴൊക്കെ അതിൻ്റെ പല ഷോട്ടിൽ രാജുവേട്ടനാണെന്ന് തോന്നിപ്പോകുന്നുണ്ട്. അതുപോലെ രൂപസാദൃശ്യമുണ്ട്. കാരണം മുകേഷിനെ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് എപ്പോഴും അഴിഞ്ഞ് അങ്ങോട്ട് ശരീരം ഒരു പ്രോബ്ലം ഇല്ല. മുകേഷിൻ്റെ ശരീരം ഇത്രയും വഴങ്ങുന്ന ഒരു ആക്ടർ. അതായത് നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ അതും ആ മൂവി ചെയ്യുന്ന കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ച സിനിമകളിലൊക്കെ ആ ഒരു അനായാസനയുള്ള ഫ്ലോ ഉണ്ട്, റിതം, സ്പീഡ്, ഓട്ടം. സിദ്ദിഖിൻ്റെ സിനിമയാണ് മുഴുവൻ റണ്ണാണ് അല്ലേ, എല്ലാത്തിലും ഒരു ഓടി നടന്ന് അഭിനയിക്കുന്ന ആ ഒരു ഫീലുണ്ട്. പക്ഷെ ഇതിൽ ഫുൾ കിടക്ക, ആ കിടന്ന ഒരു കൈവച്ചിങ്ങനെ ആ കിടന്ന കിടപ്പിലാണ്. അതാണ് ഏറ്റവും ചലഞ്ചിങ് അല്ലേ. അപ്പോൾ ആ ചിരിയിലും പാടാന്ന് പറയുമ്പോൾ അവിടെ ആ സ്ട്രെങ്ത് ഉണ്ട്, അവിടെ കമാൻഡ് ഉണ്ട്, സന്തോഷമുണ്ട്, എല്ലാം അതിലൂടെ. അപ്പോൾ അത് പെർഫോം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ആ ക്യാരക്ടർ. ഈ ഒരു ബേബി ചേച്ചി എന്നുള്ള ക്യാരക്ടർ എങ്ങനെയാണ് ആശ ചേച്ചി? അത് വേറൊരു ഓപ്ഷൻ്റെ മനസ്സിലായിരുന്നു. കാരണം ബേബി ചേച്ചി ഇത് തന്നെയാണ്. ആ ഫോട്ടോ രണ്ടും കണ്ടാൽ അറിയാം. ആ വലിയ പൊട്ടും തൊട്ട് ചുരുണ്ട മുടിയും എന്തൊരു ലൈക്നെസ് ആണെന്നറിയാം. എങ്ങനെയാണ് ഇത്രയും ഒത്തുവരുന്നത്? ഞാൻ എങ്ങനെയാണ് ഇപ്പം രേവതി അഭിനയിച്ചിട്ടുണ്ട്, രേവതിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിലും റിസംബ്ലൻസ് തോന്നുന്നത് ആശയായിട്ടാണ്. കാരണം അതാ ചിരി, അത് തന്നെയാണ് ചിരി. ഞാനത് സിനിമ ആക്കിയതിന് ശേഷം അതിന് മുൻപ് ഇടയ്ക്കൊക്കെ ഇവിടെ മുല്ലശ്ശേരി പോയിരുന്നു, ഇപ്പോഴും പോയിരുന്നു, ചേച്ചിയുടെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. അപ്പോഴും ഇതേ ചിരി നമുക്ക് മാറിപ്പോൾ അതുപോലെ അത് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നില്ല. ആശയുടെ എനിക്ക് തോന്നുന്നു സിനിമാ ജീവിതത്തിലെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും.
ഓക്കെ, ഇപ്പം സാറിൻ്റെ ആണെങ്കിൽ സിനിമയിലുള്ള കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കാസ്റ്റിംഗാണ്. കാരണം നമുക്ക് ആ ഒരു റോളിൽ നമുക്ക് വേറൊരാളെ പിന്നെ ചിന്തിക്കാനേ പറ്റില്ല. കാരണം ഇത് ഏറ്റവും എനിക്ക് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ജോണി വാക്കറിലെ ആ വില്ലൻ്റെ ക്യാരക്ടർ ഇപ്പോഴും മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ഒരു വില്ലൻ ക്യാരക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖമാണ് ഇപ്പോഴും ഓർമ്മ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ക്യാരക്ടറിലേക്ക്, ആ ഒരു സ്വാമി എന്ന് പറഞ്ഞ ക്യാരക്ടറിലേക്ക് ചൂസ് ചെയ്യാൻ കാരണം എന്താ? കമൽ ഗൗർ 90 അല്ലേ, 90 1990 ഏതാണ്ട് 35 വർഷം. ഓ, അങ്ങനെ 35 വർഷം പോയല്ലോ എന്ന് ഞാൻ പക്ഷേ ഒരു പബ്ബിൽ ഇപ്പം എൻ്റെ മനസ്സിൽ ഇതിൻ്റെ കോസ്റ്റ്യൂം വരെ എല്ലാം ഇപ്പം ആ കീറിയ ജീൻസും കാതിൽ ഇതെല്ലാം ഫിക്സ്ഡാണ്. അതിൻ്റെ അപ്പിയറൻസ് എങ്ങനെ വേണം എല്ലാം ഉണ്ട്. പക്ഷേ ഞങ്ങളവിടെ പബ്ബിൽ അവിടെ അന്നും 365 പബ്ബുണ്ട് അന്ന് ബാംഗ്ലൂരിൽ. ഓരോ ദിവസം ഓരോ പബ്ബിൽ പോയാലും തീരില്ല, അതുപോലെയാണ്. അത്രയും പബ്ബുകളാണ്. പബ് വേൾഡ്, പിന്നെ മെക്സിക്കൻ കൈൻഡ് പബ്ബ്, അല്ലാതെ ഇറ്റാലിയൻ കൈൻഡ് എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് അന്നും ഇന്നും എനിക്കിഷ്ടമാണ് പബ്ബിൻ്റെ ആംബിയൻസ്. കാരണം ഒരു യൂത്തിൻ്റെ അല്ലെ യൂത്ത്ഫുൾനെസ്സിൻ്റെ റെപ്രസെൻറ്റേഷനാണ് പബ്ബിലുള്ള ആംബിയൻസ്. പാട്ടും ഡാൻസും മറ്റ് ഇത് ഡ്രഗ് ഒന്നുമില്ല, പക്ഷെ അവിടുത്തെ ഒരു വൈബ് നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം ഒരാളിങ്ങനെ ഇതേപോലെ മുടിയൊക്കെ വളർത്തി, പക്ഷേ ഫ്രണ്ടിലോട്ടാണ് മുടി നടന്നതൊന്നും കാതിലൊന്നുമില്ല. ഒരാളിങ്ങനെ സ്പീഡിൽ വന്നു പോകുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇയാൾ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ഉണ്ട്, ഒരുപാട് പേരോട് സംസാരിച്ച് പോകുന്നുണ്ട്, എല്ലാവരുടെയും പരിചിതനാണ്. അപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു ഇയാളൊന്ന് പരിചയപ്പെടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളി അടുത്ത് പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ടു. അപ്പോൾ പേര് ചോദിച്ചു. അപ്പോൾ അങ്ങനെ കമൽ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു സിനിമയിൽ അഭിനയിക്കാൻ. ഞാൻ ഒരുപാട് കാലം ട്രൈ ചെയ്യാണ്, ഏതോ ഒരു സിനിമയിൽ എന്താ മോഡലായിട്ട് ചെയ്തിരിക്കുക, വേറൊരു സാധ്യത ഉണ്ടായില്ല. ഇത് ശരിയാണെന്ന് സത്യമാണെന്ന് ചോദിച്ചു. അമ്മ അതെ, നിങ്ങളെ മുടി ഇങ്ങനെ നാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ചുറ്റും നോക്കിയിട്ട് പുള്ളി ഇങ്ങനെ മുടിയും ബാക്കിലിട്ട്. അത് അബ്സല്യൂട്ട്ലി അന്ന് മൊബൈലുണ്ട്, അന്നേരം ഫോട്ടോ എടുത്തു മൊബൈലിൽ. അപ്പോൾ ആ മുഖം ഒരു റെഡ് ഇന്ത്യൻ കൈൻഡാണ്, ആ നെറ്റിയും പുറകോട്ടുള്ള. അപ്പോൾ അതിങ്ങനെ മുടി നനഞ്ഞ പോലുള്ള മുടിയും കാതിലിത് എൻ്റെ മനസ്സിൽ ആ ഷാർപ്നെസ് തോന്നി. അവിടെ ഫിക്സ് ചെയ്യാണ്, ആ പബ്ബിൽ വെച്ച് അന്ന് ഫിക്സ് ചെയ്തു. അത് വന്നു ചേരും. ഞാൻ പലപ്പോഴും എൻ്റെ കഥാപാത്രങ്ങൾ നമ്മൾ അത്രയും ഡീപ്പർ ആഗ്രഹത്തോടുകൂടി നമ്മൾ മൂവ് ചെയ്യുമ്പം തന്നെ കഥാപാത്രങ്ങൾ വരും. എൻ്റെ ഈ ഇതിൽ വന്ന പോലെ എൻ്റെ ഒറ്റാൽ സിനിമയിൽ ജോണി വാക്കറിൽ വന്ന പോലെ തന്നെ ഒറ്റാൽ സിനിമയിലെ വാസൻ ചേട്ടൻ വള്ളം തുഴഞ്ഞു വന്നിട്ടുണ്ട്. ദേശാടനത്തിലെ മുത്തശ്ശൻ എൻ്റെ മുന്നിലേക്ക് എല്ലാവരും വരും. അങ്ങനെ നമ്മൾ ആ ഒരു നമ്മളൊരു ഫോക്കസ് അങ്ങനെ ഒരാളെ കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ വന്നിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ജോണി വാക്കറിലെ കുട്ടപ്പായി ഭയങ്കരമായിട്ട് ഇപ്പം റീൽസിലൊക്കെ കിടന്ന് നമ്മളിപ്പോൾ എപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിലേക്ക് എങ്ങനെയാണ് എത്തിയത്? കുട്ടപ്പായി ഞാൻ രഞ്ജി എന്ന നീലഗിരി സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്, മമ്മൂക്ക അഭിനയിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞ ലൊക്കേഷൻ അവിടെ വന്നിട്ട് കുറച്ച് നമുക്ക് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ടെന്ന് ഞാൻ അവിടെ പോകുന്നു. ഊട്ടി ചെല്ലുമ്പം മമ്മൂക്കയാണ് ചൂണ്ടിക്കാണിച്ചിട്ട് അവൻ പറ്റിയല്ലോ ഇവന്. നമുക്ക് ഭയങ്കര ഷാർപ്പാണ് ആ കാര്യത്തിൽ. കാരണം അവിടെ ഡാൻസിന് വന്ന ഒരു ഡാൻസ് ഗ്രൂപ്പിൽ വന്ന ഒരു പയ്യനാണ്, തമിഴ് പയ്യനാണ് കുട്ടപ്പായി മാറിയത്. അപ്പോൾ അവിടെ വെച്ച് എന്നോട് ചോദിച്ചു ഇവിടെ അവൻ പറ്റിയല്ലെന്ന് ചോദിച്ചു. അവൻ കറക്റ്റാണ്, വേറെ ഒന്നുമില്ല, ചിന്തിക്കാനില്ല. അവനെ വിളിച്ചു ഇവിടെ നീ അഭിനയിക്കുന്നു ചോദിച്ചു. അവൻ റെഡി സാർ, അവൻ ഭയങ്കര സ്മാർട്ടാണ്. അതേപോലെയാണ് നമുക്ക് ഈ ലൗഡ് സ്പീക്കറിൽ നമുക്കയും ശശികുമാർ സാർ ചെയ്ത ക്യാരക്ടർ, അതിലും ഇതുപോലെ ചോദിച്ചു എന്നോട്. ഞങ്ങൾ കുറേ അന്വേഷിച്ചു, ഒരുപാട് പേര് കബീർ ബേഡി തൊട്ട് ഇങ്ങനെ പലതും പ്ലാൻ ചെയ്യും. അപ്പോൾ ഒരു ദിവസം നമുക്ക് പറഞ്ഞിടാ നമ്മുടെ ശശികുമാറിന് ഓർമ്മയുണ്ട്. അതുകൊണ്ട് PTL ന്യൂസ് ഇംഗ്ലീഷ് ന്യൂസ് വായിക്കുന്ന സ്റ്റൈൽ ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ജേർണലിസ്റ്റ് എന്നുള്ള പേരിനെക്കാട്ടിലും കൂടുതൽ എല്ലാവരും ലൗഡ് സ്പീക്കറിലെ മേനല്ലേ ചോദിച്ചിട്ടാ വരലെന്ന്. സത്യം. അപ്പോൾ അങ്ങനെ അത് വേറെ, കാരണം ഇത് ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ മമ്മൂക്കയുടെ മനസ്സിലും ഒരു കഥ പറയുമ്പോൾ ക്യാരക്ടറിൻ്റെ ഒരു രൂപം മനസ്സിൽ തോന്നും. അത് ചേർന്നാൽ ഓഡിയൻസും അതുമായിട്ട് ചേരും. അതങ്ങനെയാണ്. ഓക്കെ, അപ്പം സാർ ഇപ്പം ഈ സ്വാമിയായിട്ടും കുട്ടപ്പായൊക്കെ ആയിട്ടും പിന്നീട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? പിന്നെ സ്വാമിയും ഇടയ്ക്കൊക്കെ വിളിക്കും. സ്വാമി അത് ഓരോ സമയത്ത് ഓരോ രൂപത്തിൽ ഓരോ വേഷത്തിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പോയി ധനുഷ്കോടിയിൽ പോയിരിക്കും, സന്യാസ രൂപത്തിരിക്കും. അവിടെ രാജസ്ഥാനിൽ വെച്ച് കണ്ടിട്ടുണ്ട്, പലപ്പോഴും കാണും, പല രീതിയിലും കാണും. ഞാൻ ഇടയ്ക്ക് വീണ്ടും ജോണി വാക്കർ 2 ചെയ്യാൻ വേണ്ടി കമലിനെ വിളിച്ചു. കമൽ ഭയങ്കര ത്രില്ലിൽ. ഞാൻ പറഞ്ഞു ഇപ്പം അപ്പോൾ ഫുൾ വൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളാണ് വില്ലൻ, ഫുൾ വൈറ്റ് ആയിരിക്കും.
ഞാനത് അതുപോലെ തന്നെയാണെന്ന് പറഞ്ഞു. ഇപ്പം എക്സാക്ട്ലി അതാണ്. ഇപ്പം നമ്മൾ ചെയ്താൽ ഫുൾ വൈറ്റ്, പക്ഷെ കാതിലിത് മാറിയിട്ടുണ്ട്, അപ്പിയറൻസ് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാൾ ഇമ്പ്രസീവ് ആവും ഇപ്പം കണ്ടാൽ. അങ്ങനെ പ്ലാൻസ് ഉണ്ടോ? ഉണ്ടായിരുന്നു, അത് ഇനിയും എനിക്കറിയില്ല, പക്ഷെ ആഗ്രഹമുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ജോണി വോക്കർ ആയിക്കോട്ടെ, ലൗഡ് സ്പീക്കർ ആയിക്കോട്ടെ, മമ്മൂക്കയുടെ കരിയറിൽ തന്നെ ഏറ്റവും നല്ല ഒരു സിനിമ കൊടുത്തിട്ടുള്ള ആളാണ് സർ. അപ്പോൾ സാർ ഈ സിനിമയൊക്കെ സാറിൻ്റെ മനസ്സിലുള്ളപ്പോൾ മമ്മൂക്കയുടെ മുഖം തന്നെയായിരുന്നു മൈൻഡിൽ ഉണ്ടായിരുന്നത്? ഈ ഞങ്ങൾ തമ്മിൽ ചെയ്തിട്ടുള്ള 3 സിനിമകളാണ്. ഒന്ന് ജോണി വാക്കർ. ജോണി വാക്കറിൽ മമ്മൂക്ക തന്നെയാണ്. മമ്മൂക്കയുടെ കഥ പറയുമ്പോൾ തന്നെ ആ കഥ മനസ്സിൽ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ മമ്മൂക്കയോട് പറയാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഫിക്സ്ഡാണ്. ജോണി ചായൻ അത് തന്നെയാണ്. കോളേജ് പഠിക്കാൻ പോകുന്ന ആ സസ്പെൻസസ് ഒക്കെ ഇട്ട് സ്റ്റൈലൻ ഇത് വെച്ചിട്ട് കെവിൻ കോസ്റ്റർ പോലെ തോന്നുന്ന ആ കൗബോയ് ലുക്കൊക്കെ നമ്മൾ മനസ്സിൽ അങ്ങനെ ഉറച്ചിട്ടുണ്ട്. ലൗഡ് സ്പീക്കറിൽ അത് തന്നെ. മൈക്ക് എന്നുള്ള കഥാപാത്രം എനിക്ക് ഒറിജിനൽ ക്യാരക്ടറാണ്. മൈക്ക് ഉറക്കെ സംസാരിക്കുന്ന മൈക്ക് എന്നുള്ള എൻ്റെ ലൈഫിലുള്ള എനിക്കറിയാവുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ അദ്ദേഹം ശബ്ദം കൊണ്ട് മാത്രം ആ സമയമുണ്ട്. പക്ഷേ നമുക്ക് ആ മുടിയൊക്കെ കുറച്ചൊന്ന് മാറ്റി കഴിഞ്ഞ് ബോഡി ലാംഗ്വേജൊക്കെ മാറ്റിയപ്പം നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല. അതുപോലെ അതിൻ്റെ അത് ചേർന്നു. പിന്നെ ട്രെയിനിൽ ഈ എല്ലാ സിനിമയിലും ഹീറോസ് സക്സീഡ് ചെയ്യും, പക്ഷെ ചില ഹീറോസ് മരിച്ചു പോകാറുണ്ട്. നമ്മളുടെ മനസ്സിലൊരു വേദനയായിട്ട് നിൽക്കും. പലരും എന്നോട് പറഞ്ഞു ട്രെയിൻ സിനിമയിൽ മമ്മൂക്കയുടെ ക്യാരക്ടർ മരിക്കാതിരുന്നിരുന്നെങ്കിൽ കുറേ കൂടെ സൂപ്പർ ഹിറ്റായനെ. ഞാൻ പറഞ്ഞു അതിൻ്റെ യാഥാർത്ഥ്യം മരിച്ചതാണ്. ആ ക്യാരക്ടർ അങ്ങനെ ഒരു ഓഫീസർ മരിച്ചു അവിടെ. അപ്പം 7-11 എന്ന് പറയുന്ന ബോംബെ ട്രെയിൻ ബ്ലാസ്റ്റാണ്. അതിൽ ഒരു ഓഫീസർ മരിച്ചു. അതിൽ ഉണ്ടായ വേദന തന്നെയാണ് ആ കഥ ചെയ്യാൻ പ്രേരിപ്പിച്ചത് നമ്മളോട്, അല്ലേ? അത് സംഭവിക്കരുതേ നമ്മൾ ആഗ്രഹിക്കും. അപ്പോൾ ഇതിൽ 3ലും മമ്മൂക്ക അല്ലാതെ വേറെ ആരെയും മൈൻഡിലുണ്ടായിരുന്നില്ല. അപ്പം സാറിൻ്റെ സിനിമകളിലൊക്കെ നമ്മൾ ഒരുപാട് ഇംഗ്ലീഷ് വിൻറ്റേജ് സിനിമകളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. മെയിനായിട്ട് കോസ്റ്റ്യൂം. ഇപ്പോൾ ജോണി വോക്കറിലേക്കാണെങ്കിൽ കോസ്റ്റ്യൂം അതൊക്കെ. അപ്പം സാർ അതിന് വേണ്ടിയിട്ട് റെഫറൻസ് ഇംഗ്ലീഷ് മൂവീസ്, അത് പണ്ട് തൊട്ട് ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണാറുണ്ടോ? എങ്ങനെയാണ്? പണ്ട് തൊട്ട് ഞങ്ങൾ എൻ്റെ ചെറുപ്പകാലത്ത് മോർണിംഗ് ഷോസ് മാത്രമേ വരുള്ളൂ കോട്ടയത്ത്. പിന്നെ ട്രിവാൻഡ്രത്ത് പഠിക്കാൻ പോയപ്പോൾ അവിടെ ശ്രീ വിശാഖ് തിയേറ്ററിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇംഗ്ലീഷ് ഫിലിം വരും. അതെല്ലാം കാണും. എങ്ങനെയോ എൻ്റെ മനസ്സിൽ 2 എക്സ്ട്രീംസാണ് നിൽക്കുന്നത്. ഒന്ന് നമ്മുടെ നാടിൻ്റെ പൈതൃകം, നമ്മുടെ സംസ്കാരം, അതിലൂന്നിയിട്ടുള്ള അതിൻ്റെ റിച്വൽസിൽ ഊന്നിയിട്ടുള്ള ക്യാരക്ടേഴ്സും സിറ്റുവേഷൻസും ഭയങ്കര ഒബ്സഷനാണ്. അതാണ് പൈതൃകത്തിലും ദേശാടനത്തിലൊക്കെ കാണുന്നത്. അതേപോലെ എനിക്കിഷ്ടമാണ് വൈൽഡ് വെസ്റ്റ്, ഒരു കൗബോയ് കൈൻഡും. അതുപോലെ ഇന്ന് ലോകം എവിടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ഫാഷൻ, യങ്സ്റ്റേഴ്സ് എന്ത് ചിന്തിക്കുന്നു, അവരുടെ മ്യൂസിക് എന്ത്, അവരുടെ കോസ്റ്റ്യൂം എന്ത്, ഇതിനെക്കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഫോളോ ചെയ്യാറുണ്ട്. നമ്മൾ അതുപോലെ ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും ഡ്രസ്സ് ചെയ്യാനൊക്കെ. ഞാൻ ഒരുപക്ഷെ ആദ്യം കാതുകുത്തിയ ഒരാളായിരിക്കും. 2000 തന്നെ 2001-ലോ 2002-ലൊക്കെ ഞാൻ കാതുകുത്തി. അന്നെല്ലാവരും ചോദിച്ചു എന്താണ് ഈ കാതുകുത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എനിക്കിഷ്ടമാണ് ആ ഒരു. പിന്നെ ഇപ്പോൾ ഇല്ല, കാതുകുത്താത്ത ആരുമില്ല. അത് ഒബ്സഷനാണ് കേട്ടോ. നമ്മളറിയാതെ നമ്മളുള്ള ഇഷ്ടങ്ങളാണ്. അപ്പോൾ സാർ ഇപ്പം 35 വർഷം 1990 തൊട്ട് 2025 35 വർഷം. ഈ ഒരു 35 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് മുഖങ്ങൾ മൈൻഡിലേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് ആരുടെ അടുത്താണ്? വാവച്ചൻ എന്ന് തന്നെ വാവച്ചൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ കൂടെ വന്ന് ചേർന്ന ഒരു അനാഥൻ എന്ന് വേണം പറയാൻ. കാരണം വാവച്ചന് ബന്ധുക്കളുണ്ട്, പക്ഷെ വാവച്ചൻ അനാഥനാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയതുകൊണ്ട് ആൾക്കാർ വഴിയിലേക്ക് വിട്ടു. അങ്ങനെ ചെറുപ്പകാലം തൊട്ട് ഞാൻ കണ്ട വാവച്ചൻ ഇങ്ങനെ പോകുന്നു. ഞാൻ വല്ലപ്പോഴും എൻ്റെ വീട്ടിലും വരും, പല വീടുകളിൽ പോകും, വിറക് കീറി കൊടുക്കും, വെള്ളം കോരി കൊടുക്കും. അങ്ങനെ വാവച്ചൻ്റെ നിഷ്കളങ്കമായ ചിരിയുണ്ട്. സിനിമയിൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചു എന്നെ മോനെ എന്നെ കൂടെ സിനിമ എടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഹൈവേയിൽ ഒരു ക്യാരക്ടർ കൊടുത്തു, ഡിക്രൂസ്. പിന്നെ എൻ്റെ എല്ലാ സിനിമകളിലും ഓരോ ക്യാരക്ടറും ചെറിയ ക്യാരക്ടർ കൊടുക്കും. ഒരു സിനിമ ഞാൻ 2000-ൽ ചെയ്യുന്നു, കരുണം. എൻ്റെ നവരസങ്ങൾ എന്നുള്ള കോൺസെപ്റ്റിൽ ആദ്യ സിനിമയിൽ ഒരു നല്ല മുഖമുള്ള നല്ല ചിരിയുള്ളൊരു വൃദ്ധനെ വേണം. അങ്ങനെ വാവച്ചനല്ല വേറൊരു മുഖം എൻ്റെ മനസ്സിലില്ല. അപ്പോൾ എല്ലാവരും ചോദിച്ചത് ഇങ്ങനെ ഡിഫറൻ്റ്ലി ഏബിൾഡ് അല്ലേ, എങ്ങനെ പറ്റും? ഞാൻ പറഞ്ഞു എനിക്ക് വാവച്ചനെ അറിയാം. അത്രയും നല്ലൊരു പെർഫോമൻസ് വേറെ എനിക്ക് തോന്നുന്നില്ല. എൻ്റെ മറ്റു സിനിമകളിൽ പോലും എല്ലാവരും അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറത്താണ് വാവച്ചൻ തന്നിരിക്കുന്നത് ഒരു കോൺട്രിബ്യൂഷൻ. അതിനാണ് എനിക്ക് കിട്ടിയ അൾട്ടിമേറ്റ് അവാർഡും ഈ ഗോൾഡൻ പീക്കോക്ക് എന്നുള്ളൊരു ഏഷ്യൻ ബെസ്റ്റ് ഫിലിം അവാർഡ് ഉൾപ്പെടെയുള്ള ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയ സിനിമ. ഇന്നും വാവച്ചനുണ്ട്, 96 വയസ്സായി.
ഇടയ്ക്ക് വിളിക്കും, രാവിലെ ഫോണിൽ വിളിച്ചിട്ട് ചോദിക്കും മോനെ അടുത്ത പടം ഏതാ, വേറെ ഒന്നുമില്ല വാവച്ച ചോദിക്കാൻ. അപ്പം ആ വാവച്ചനെയും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ സിനിമയോടുള്ള ഇഷ്ടമാണ് എപ്പോഴും. അതാണ് ഏറ്റവും ഗ്രേറ്റ്ഫുൾ ആയിട്ട്. എനിക്കെപ്പോഴും എൻ്റെ ഓർമ്മയിലെ ഏറ്റവും എനിക്കിഷ്ടമുള്ള ഏറ്റവും നല്ല ആക്ടർ അല്ലാത്ത ആക്ടർ ബാവച്ചൻ. ബാവച്ചൻ്റെ ജീവിതം ബാവച്ചൻ പോലും അറിയാതെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാണ്. ശരിക്കും ബാവച്ചൻ അറിയാതെ ചിരിക്കുമ്പോൾ ഞാനത് എടുക്കുന്നുണ്ടെന്ന് ബാവച്ചൻ അറിയുന്നില്ല. ബാവച്ചൻ സംസാരിക്കുമ്പോൾ അത് നമ്മൾ സിനിമയിലാക്കുന്നുണ്ടെന്ന് ബാവച്ചൻ അറിയില്ല. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നോ ഇതിലൂടെ എനിക്ക് അംഗീകാരം കിട്ടുന്നതൊന്നും ബാവച്ചന് വിഷയമല്ല. ബാവച്ചൻ എന്താണോ അത്. ജപ്പാനിലൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഫെസ്റ്റിവലിന്. ബാവച്ചൻ അവിടെ പോയപ്പോഴും അവിടുത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ബാവച്ചനാണ്. എല്ലാവർക്കും അതും ആ മുഖം മതി. ഈ ഒരു 35 വർഷത്തിൽ ഏറ്റവും റിഗ്രറ്റ് തോന്നിയിട്ടുള്ള ഒരു പോയിന്റ് എവിടെയായിരുന്നു? ജോണി വാക്കറിൻ്റെ ക്ലൈമാക്സ് ഇതല്ലായിരുന്നു. ഞാൻ മമ്മൂക്കയുടെ കഥ പറയുമ്പോഴും മമ്മൂക്കയുടെ ക്യാരക്ടർ മരിക്കുന്ന ക്യാരക്ടറല്ല. ജയിലിൽ പോയിട്ട് അവിടെ കാണാൻ ചെല്ലുന്ന കുട്ടികൾ, അവിടെയാണ് കഥ തുടങ്ങുന്നത് അവസാനിക്കുന്നത്. അത് ഈ മമ്മൂട്ടി കോളേജിൽ പഠിച്ചാൽ ആ പ്രായത്തിലുള്ള ഒരാൾ കോളേജിൽ പഠിച്ചാൽ ശരിയാവുമോ എന്നുള്ള നിരന്തരമായ പ്രൊഡ്യൂസറുടെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി രഞ്ജി പറഞ്ഞു ഇങ്ങനൊരു ഇത് കൊടുത്താലോ. കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആളാണ്, അതുകൊണ്ടാണ് കോളേജിൽ പഠിക്കാൻ പറ്റുന്നത്, റീസൺ കൊടുത്താ. അപ്പം അതിൻ്റെ എൻഡിൽ അത് മിസ് ചെയ്ത് മരിച്ചു പോകുന്നതായിട്ട്. അന്ന് എനിക്കൊരു ഇത്രയും വിവരമില്ലായിരുന്നു. അപ്പോൾ അത് ശരിയായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ മനസ്സിൽ അതല്ലല്ലോ എന്നുള്ള തോന്നൽ അന്നും ഇന്നും ഉണ്ട്. ഇനിയും ഒരുപക്ഷെ എനിക്ക് ജോണി വാക്കർ റിലീസ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ജോണി വാക്കർ ഒറിജിനൽ എന്നുള്ള പേരിൽ ഇറക്കണമെന്നുണ്ട്. ക്ലൈമാക്സ് മാറ്റും. എന്നാലേ ഇറക്കാൻ സമ്മതിക്കുള്ളൂ. അപ്പം സാറിൻ്റെ സിനിമകൾ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ശാന്തം, തിളക്കം, ജോണി വാക്കർ, പിന്നെ ഫോർ ദ പീപ്പിൾ, ഇതെല്ലാം പല പല ജോണറിൽ വരുന്ന മൂവീസാണ്. ഇത് ഒക്കെ ഒരു സംവിധായകനാണ് സംവിധാനം ചെയ്തേക്കുന്നവർ പറഞ്ഞാൽ വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് തന്നെയാണ് സാർ അത് വേഴ്സറ്റൈൽ ഡയറക്ടർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു സാറിൻ്റെ ഒരു സിനിമ സെലക്ഷൻ പ്രോസസ്സ് ഒക്കെ എങ്ങനെയാണ്? ഇതൊക്കെ തന്നെ സംഭവിക്കുന്നതാണ്, നമ്മളായിട്ടൊന്നും പ്ലാൻ ചെയ്യുന്നതല്ല. ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്യും, അത് നടക്കാതെ വരും, അപ്പോൾ അടുത്ത് ചെയ്യും. ഒരു ആക്ടർ അടുത്ത് ചെല്ലും, ആ പ്രോജക്റ്റ് നടക്കാതെ വരുമ്പം എന്നാൽ പുതിയ ആളെ വെച്ചൊരു പടം ചെയ്യും. ഇങ്ങനെയൊക്കെ പോയി എങ്ങനെയൊക്കെയോ സംഭവിച്ചതാണ്. അല്ലാതെ ഒരുപക്ഷെ നമുക്ക് സിനിമയോടുള്ള ഇഷ്ടം, ഒരുപാട് ഇഷ്ടം, സിനിമ അല്ലാതെ വേറെ ഒന്നുമില്ല, എല്ലാം സിനിമ തന്നെ മനസ്സിൽ സ്വപ്നം. അതുകൊണ്ട് അങ്ങനെ വന്ന് ഭവിക്കുന്ന കാരണം ഞാൻ ഏറ്റവും കൂടുതൽ വീഴ്ചകൾ, അതായത് ഫോൾ അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിട്ടുള്ളത് എനിക്കായിരിക്കും. ഏറ്റവും കൂടുതൽ ഹിറ്റ്സ് ഉണ്ടായിട്ടുള്ളതും എനിക്കായിരിക്കും. എക്സ്പെരിമെൻ്റ് ചെയ്ത് ഹിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളതും ഒരുപക്ഷെ എൻ്റെ സിനിമകളായിരിക്കും. പക്ഷേ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ പുറകിൽ ഭയങ്കര പെയിനുണ്ട്. അത് നമ്മൾ തന്നെ ബെയർ ചെയ്യണം. കാരണം ഇപ്പോൾ ഒരു പുതുമുഖ നടനെ വെച്ചൊരു സിനിമ ചെയ്യുമ്പോൾ അതിന് നമ്മൾ തന്നെ ആ ഫുൾ റെസ്പോൺസിബിലിറ്റി, ഫിനാൻഷ്യൽ ബേർഡൻ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും ഒരു രക്ഷപ്പെടൽ അങ്ങനെ ഉണ്ടാവില്ല. ആ വേദന പക്ഷെ നല്ലതാണ്. നമുക്ക് അടുത്ത സിനിമ ചെയ്യാനായിട്ട് നമ്മളെ ഒരു പരാജയത്തിൽ നിന്ന് ഞാൻ ഒരുപക്ഷെ പരാജയം വരാൻ ആഗ്രഹിക്കുന്നുണ്ടോയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആ പരാജയത്തിൽ നിന്ന് വരുന്ന അടുത്ത സിനിമയായിരിക്കും എൻ്റെ ഏറ്റവും നല്ല സിനിമയോ സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമ. അത് എപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പരാജയ ഭീതിയൊന്നുമില്ല. പരാജയം വന്നാൽ അത്ര ഹിറ്റായിരിക്കും അടുത്തത്, അല്ലെങ്കിൽ അത്രയും വാല്യബിൾ സിനിമയായിരിക്കും അടുത്തത്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഈ ഒരു മെഹഫിൽ എന്ന് പറഞ്ഞൊരു മൂവി എടുക്കാൻ ഏറ്റവും ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയത്? ഒരു ചലഞ്ചും ഇല്ല. കാരണം ഒന്ന് കോവിഡ് കാലത്തെടുത്ത സിനിമയാണ്. 2-3 സിനിമകൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ എടുക്കാൻ പേടിച്ച് മാറി നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ സിനിമ ചെയ്യാൻ തീരുമാനിക്കുന്നു. കോട്ടയത്ത് തന്നെ ഷൂട്ട് ചെയ്യുന്നു. വളരെ പരിമിതമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ മെഹഫിൽ ചെയ്യുകയാണ്. പക്ഷേ ഈ മെഹഫിലിൻ്റെ കഥ എത്രയോ കാലമായിട്ട് മനസ്സിലുണ്ട്. അപ്പോൾ ഇത് എനിക്കറിയാം, എല്ലാ അന്തരീക്ഷവും അതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിനും അറിയാം, ഓരോ സിംഗേഴ്സിനും അറിയാം. അവിടെ അന്ന് നടന്ന ഒരു സന്ധ്യ മാത്രമേ ഉള്ളൂ. ആ സിനിമ രാവിലെ തുടങ്ങി, അന്ന് മെഹഫിലുണ്ട്. മെഹഫിലിന് വന്നു ചേരുന്നവർ, അവരുടെ പ്രശ്നങ്ങൾ, അവിടെ നടക്കുന്ന പാട്ടും ബാക്കി ജീവിതം, പല പല ജീവിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു, പല പാട്ടുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് നേരം വെളുക്കുന്നു. അത്രേ ഉള്ളൂ സിനിമ. പക്ഷേ നമ്മളെ ചിന്തിപ്പിക്കും. വരുന്ന ഓരോരുത്തരുടെ ജീവിതവും
നമ്മളോട് എവിടേക്കോ സമാനമാണ്. ഒരുപാട് പഠിക്കാൻ പറ്റും. പഠിക്കുകയാണ്. കാരണം ഈ അതിനകത്ത് അഖില ചെയ്യുന്ന ക്യാരക്ടറുണ്ട്. അഖില ഒരു ഡോക്ടറാണ്. അപ്പോൾ അത് ശരിക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഇഷ്ടപ്പെട്ടിരുന്ന 2 ഡോക്ടേഴ്സാണ്. വിവാഹം കഴിച്ചു. പക്ഷേ പിൽക്കാലത്ത് ഈ വീട്ടിൽ വന്നിരുന്ന മുല്ലശ്ശേരി വന്നിരുന്നു അവർ. പക്ഷെ പിൽക്കാലത്ത് അവർ തമ്മിൽ അകന്നു എന്നുള്ളത് വീണ്ടും ഇവിടെ വന്നാണ് പാച്ചപ്പ് ആവുന്നത്. മനസ്സിലായി. അങ്ങനെ പലരും, ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്. അപ്പോൾ വരുന്നവർക്കൊക്കെ ഓരോ പ്രശ്നമുണ്ട്. ഈ പ്രശ്നം എങ്ങനെ ഈ മനുഷ്യൻ സോൾവ് ചെയ്യുന്നു നമ്മൾ പോലും അറിയാതെ. അപ്പോൾ ഇത് പറയാതിരിക്കാൻ വയ്യ, പറയണം എന്നെങ്കിലും. അപ്പോൾ ഈ ഒരു കോവിഡ് കാലത്ത് ഈ പരിമിതികളിൽ നിന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അത് ഇറക്കാൻ പറ്റിയില്ല സിനിമ പല കാരണങ്ങളാൽ. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർ ടൈമിൽ ഇറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇറങ്ങുന്നു. ഓഗസ്റ്റ് 8-ാം തീയതി ഇറങ്ങാൻ പോകുന്നു. ഓക്കെ സാർ, ഈ സാറിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. സാറാണെങ്കിൽ ഒരുപാട് പേരുടെ ലൈഫിൽ വഴിത്തിരിവായിട്ട് വന്നിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ സാറിൻ്റെ ലൈഫിൽ ഒരു വഴിത്തിരിവായിട്ട് വന്നിട്ടുള്ളത് ആരാണ്? ഒരു സുഹൃത്താണ്. ഞാൻ CMS കോളേജിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് BSc ഫിസിക്സിന് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് സൈക്കിളിൽ പോവാണ്. CMS കോളേജിൻ്റെ മുന്നിലുള്ള വളവിൽ ഞാൻ ലെഫ്റ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിൽ പോകുന്ന എൻ്റെ ഒരു അത്ര വലിയ ക്ലോസ് ഫ്രണ്ടൊന്നും അല്ല, പക്ഷേ E.T. തോമസ് എന്നാണ് അവൻ്റെ പേര്. അവിടുന്ന് കൈ കാണിച്ചു. അപ്പോൾ ഞാൻ നിർത്തി, ബ്രേക്ക് ചവിട്ടി. അങ്ങോട്ട് തിരിഞ്ഞ കോളേജിലോട്ട് കയറുകയാണ്. നിർത്തി. എങ്ങോട്ട് പോകുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ BSc ഫിസിക്സിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകണം. നീ വേറെ പണിയൊന്നുമില്ല, അതൊന്നും പോകണ്ട, ട്രിവാൻഡ്രത്ത് നമുക്ക് പോകാം, ട്രിവാൻഡ്രത്ത് എൻജിനീയറിങ് കോഴ്സ് ഉണ്ട്, അതിന് അഡ്മിഷൻ കിട്ടും നിനക്ക് എന്ന് പറഞ്ഞ് ഞാൻ സൈക്കിൾ തിരിച്ചു. ആ തിരികെയായിരുന്നു. അതാണ് വഴിത്തിരിവ്. ഓക്കെ. അപ്പോൾ സാർ, അതുപോലെ തന്നെ ഹൈവേയിൽ മിക്കവർക്കുള്ളൊരു സംശയമായിരിക്കും. ഹൈവേ മൂവിയിലാണെങ്കിൽ ഇപ്പം നമ്മളാണെങ്കിൽ ആ ഒരു സീനിൽ തന്നെ കോസ്റ്റ്യൂം കണ്ടിന്യൂറ്റിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത പോലെ തോന്നിയിട്ടുണ്ട്. വെച്ചാൽ അവരാണെങ്കിൽ പോയി അന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുള്ളതിൽ പിന്നെ അവർ കാര്യം ഇറങ്ങുമ്പോൾ വേറെ കോസ്റ്റ്യൂമാണ്. അത് സാർ മനഃപൂർവ്വം ചെയ്തതാണോ? അതൊക്കെ കാരണം നമ്മൾ അവർ അന്നേരം പോകാൻ തീരുമാനിച്ചിട്ടുണ്ടാവില്ല. മുറിയിൽ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പോയിട്ടുണ്ടാവും. നമുക്ക് പോയി നോക്കാന്നുള്ളതാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഫോർ ദ പീപ്പിളിൻ്റെ അകത്ത് ഒരു സീൻ കൺസീവ് ചെയ്യുമ്പം ഒരു സീൻ ഇങ്ങനെ മൂവ് ചെയ്ത് അവിടെ നിന്ന് പറയും. ആ സീനിൽ ഞാൻ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ആ സീനിൽ ഒരു ഡയലോഗ് ഒരു കോമ്പോസിഷനിൽ നിന്ന് പറയും. നമുക്ക് ഇന്ന പോലെ ഇന്ന ആൾക്കെതിരെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എടുത്ത് അയാളെ ട്രേസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഷോട്ട് ഇതേ ആൾക്കാർ വേറൊരു കോമ്പോസിഷനിൽ ഇരുന്നിട്ട് അതിൻ്റെ മറുപടി ഡയലോഗ് പറയുക. അപ്പോൾ അതിനെയും ഫോർ ദ പീപ്പിൾ കണ്ടാൽ മനസ്സിലാവും. ഒറ്റ സീനിലും അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നുള്ള പ്രോസസ്സിലൂടെ അല്ല പോകുന്നത്, ഓരോ കോമ്പോസിഷനിലൂടെ. അതൊരു രീതിയിലാണ് കഥ പറയുന്ന ഒരു വേറൊരു രീതിയാണ്. അപ്പം നമുക്ക് എക്സ്പെരിമെൻ്റ് ചെയ്യാം, സിനിമയല്ലേ പറ്റുള്ളൂ. അതെ അതെ. ഓക്കെ സാർ, അപ്പോൾ സാറിൻ്റെ മൂവിയിൽ ഒരുപാട് നമ്മൾ പുതുമുഖങ്ങളെ ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയ ശാന്തമീ രാത്രിയിലായിക്കോട്ടെ നമ്മൾ ഒരുപാട് പുതുമുഖങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സാറിൻ്റെ വേറെ സിനിമകൾ നോക്കുമ്പോൾ സാറായിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാർ എങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സിനെ കൂടുതൽ പുതുമുഖങ്ങളെയാണോ കൂടുതൽ ഇൻവൈറ്റ് ചെയ്യുന്നത്, അതോ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരായിട്ട് വർക്ക് ചെയ്യാനാണോ സാറിന് കൂടുതൽ? അത് ഈ പറഞ്ഞ പോലെ വന്ന് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഒരു സപ്പോസ് ഒരു പ്രോജക്റ്റ് നമ്മളൊരു ആക്ടർ സൂപ്പർ സ്റ്റാറിൻ്റെ അടുത്ത് നമ്മൾ പോയിട്ട് നമുക്ക് അത് അന്നേരം നടക്കില്ല, സമയമെടുക്കും എന്ന് തോന്നിയാൽ ഒരു തൽക്കാലം ഒരു സിനിമ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ വേറൊരു സബ്ജക്റ്റിലോട്ട് മാറും. അപ്പം പുതിയ എക്സ്പെരിമെൻ്റ് ചെയ്യേണ്ടി വരും, പുതിയ ആക്ടേഴ്സിനെ വെക്കേണ്ടി വരും. പക്ഷേ എനിക്ക് കംഫർട്ടബിൾ എന്ന് പറയുന്നത് പുതിയ ആൾക്കാരാണ്. കാരണം ഭയങ്കര റിലാക്സ്ഡ്, എനിക്ക് ഭയങ്കര സുഖമാണ് വർക്ക് ചെയ്യാൻ. കാരണം ഇപ്പം അവർ പോലും അറിയാതെ നമുക്ക് അവരിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. എനിക്കൊരു വേറൊരു ടെൻഷനും ഇല്ലല്ലോ. ഓക്കെ സാർ, അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു, കൂടിപ്പോയി. അതെ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. Let's make this unforgettable. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.